നീ ചേട്ടാ ഇവൻ ഭയങ്കര തട്ടിപ്പാട് ഇറങ്ങിയേക്കണ ഇപ്പൊ പുതിയ തട്ടിപ്പ് ഇവൻ മലയാളികൾക്ക് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും ചീപ്പ് റേറ്റിന്. അവന് പ്രൊഫഷനൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കണേ. പുതിയതായിട്ട് വന്ന ആൾക്കാർ ഇൻഷുറൻസ് കുറയുമെന്ന് ഓർത്ത് ഇവൻ്റെ എടുക്കും. ഇവൻ്റെ എടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ പ്രൊഫഷൻ വെച്ചേക്കുന്ന ടീച്ചറോ അല്ലെങ്കിൽ അക്കൗണ്ടന്റോ അങ്ങനത്തെ വല്ല പ്രൊഫഷൻ ആയിരിക്കും. പിന്നെ പ്രൊഫഷണൽ ലൈസൻസോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലൈസൻസോ അല്ല ഇവൻ വെക്കുന്നത് കംപ്ലീറ്റ് UK ഡ്രൈവിംഗ് ലൈസൻസ് 3 വർഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ ഈ മലയാളികളെ പറ്റിക്കുന്നത്. പൈസ വാങ്ങിച്ചിട്ട് 200 പൗണ്ട് ഇതിൻ്റെ കമ്മീഷനും വാങ്ങിക്കും. അതുകൂടാതെ ഒരു മാസത്തെ ഇൻഷുറൻസിൻ്റെ കാശ് ഇവൻ നുണയും പറഞ്ഞ് അതും വാങ്ങിച്ചെടുക്കും. പിന്നെ ഒറ്റ മാസം കൊണ്ട് ഇൻഷുറൻസ് ക്യാൻസലായി പോവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് മലയാളികളിൽ നിന്ന് കാശ് പോയിട്ടുണ്ട്. രണ്ടാമത് ഇൻഷുറൻസ് എടുക്കാൻ നേരത്ത് അവർക്ക് വന്ന മന്ത്ലി പേയ്മെൻറ്റ് വന്നത് 300 പൗണ്ടിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരെ മലയാളികളുടെ ഇടയിലൊന്ന് ശ്രദ്ധയപ്പെടുത്തുക. ഇവനെ വിളിച്ചാൽ കിട്ടൂല, ഈ വാട്സപ്പ് നമ്പർ മാത്രമേ ഉള്ളൂ, ഈ പ്രൊഫൈൽ പിക്ചറേ ഉള്ളൂ. ഇവൻ തെലുങ്കനാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പയ്യൻ്റെ ഇങ്ങനെ പോയി, ഞാൻ വിളിച്ചു നോക്കി 2-3 പ്രാവശ്യം വേറെ നമ്പറിൽ നിന്നൊക്കെ വിളിച്ച് ഞാൻ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് വളരെ നൈസായിട്ട് ഞാൻ ചാറ്റ് ചെയ്ത് നോക്കിയതാണ്. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് വ്ളോഗിലൊന്ന് പറയാൻ പറ്റി അത്ര നല്ലതായിരിക്കും. കാരണം മലയാളികളുടെ ഇടയിൽ പെടാണെങ്കിലേ പെട്ടുകൊണ്ടാന്നോർത്ത് പറഞ്ഞാണ്. 200 പൗണ്ട് പോകുന്ന മാത്രമല്ല, പിന്നെ ഇൻഷുറൻസ് എടുക്കാൻ നേരത്ത് ഭയങ്കര പേയ്മെൻറ്റ് തന്നെ. തട്ടിപ്പ് ഇൻഷുറൻസ് ഉണ്ട് ഒരു രീതിയിൽ.